അത് വേറൊന്നുമല്ല അച്ഛാ. എന്തായാലും എനിക്കൊരു 3 മാസത്തേക്ക് ഈ കൈയിനെ അനക്കാൻ പറ്റത്തില്ലല്ലോ. കമ്പനി ചെക്കുകൾ മൂവ് ചെയ്യണമെങ്കിൽ അമ്മയുടെ ഒപ്പിന്റെ കൂടെ എൻ്റെ ഒപ്പും കൂടെ വേണ്ടേ? അങ്ങനെ ആലോചിച്ചപ്പോൾ തൽക്കാലം ഒരു 3 മാസത്തേക്ക് എനിക്ക് പകരം സൈനിങ് പവർ മറ്റൊരാൾക്ക് കൊടുത്താലോ എന്ന് ആലോചിച്ചു. അതല്ലേ അതിൻ്റെ ഒരു ശരി. എന്ത് പറയുന്നു സാർ? കമ്പനി റൂൾ അനുസരിച്ച് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് സൈൻ ചെയ്താൽ മാത്രമേ കമ്പനിയുടെ കാര്യങ്ങൾ റൊട്ടേറ്റ് ചെയ്യൂ. സൂര്യ പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. യെസ് സാർ. നമ്മുടെ കമ്പനി ബൈലോ അനുസരിച്ച് എനിക്ക് താല്പര്യമുള്ള ആർക്കും എൻ്റെ സൈനിങ് പവർ കൈമാറാം. അങ്ങനെയല്ലേ? തീർച്ചയായും. ആ അതെ അളിയ, ആ ആ ഈ കമ്പനിയുടെ പ്രോജക്ട് മാനേജർ എന്ന നിലയ്ക്ക് ഞാൻ ഫുൾ ടൈം കമ്പനിയിലുണ്ട്. അപ്പോ ആ സൈനിങ് പവറോടെ എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അത് വേണ്ട. ഞാനിവിടെ ജോലിയില്ലാതിരിക്കല്ലേ. 3 മാസം സൂര്യക്ക് പകരം സൈനിങ് പവർ ഞാൻ ഏറ്റെടുക്കാം. എനിക്കും കമ്പനിയിൽ വരാമല്ലോ. കമ്പനി കാര്യങ്ങള് അടുത്തറിയുകയും ചെയ്യാലോ. മമ്മി എന്ത് പറയുന്നു? ഒരാളുടെ സൈനിങ് പവർ ആർക്ക് കൈമാറണമെന്നുള്ളത് അയാൾ പറയേണ്ട കാര്യല്ലേ. അവൻ പറയട്ടെ. അളിയ സാർ, അടുത്ത 3 മാസത്തേക്ക് എനിക്ക് പകരം കമ്പനിയുടെ സൈനിങ് പവർ ഞാൻ കൈമാറുന്നത്